ടീം കാലം പറഞ്ഞ കഥ, സിറ്റി ട്രാഫിക്, വെൽക്കം ടു സെല്ലുലോയിഡ്സ്. താങ്ക് യു. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചർച്ചയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ലാസ്റ്റ് ഇയർ കേരളത്തെ നടുക്കിയ ഒറ്റപ്പെട്ട പല സംഭവങ്ങളുണ്ടായിരുന്നു. കേരളത്തിനെ ഒരുപാട് വേദനിപ്പിച്ച് കേരളം മുഴുവനും വളരെ ക്യൂരിയസും ഒത്തിരി എന്താ പറയുക ഭാരവും അനുഭവിച്ച ഇൻസിഡൻസിലൂടെ നമ്മൾ കടന്നുപോയൊരു വർഷമാണ് ലാസ്റ്റ് ഇയർ. അതിനെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു സിനിമ ചെയ്യാനൊരു ധൈര്യം വേണമെന്ന് എനിക്ക് തോന്നുന്നു. ഫസ്റ്റ് നമുക്ക് പ്രൊഡ്യൂസറിൽ നിന്ന് തുടങ്ങാം. ബിക്കോസ് പ്രൊഡ്യൂസറും റൈറ്ററുമാണ്. കാരണം ചിത്രം ഉണ്ടാവാനുള്ള കാരണം ചേട്ടനാണെന്ന് അറിഞ്ഞു. ഞാൻ ഒരു ഹെഡ് മാസ്റ്ററാണ്, റിട്ടയർ ചെയ്ത ഹെഡ് മാസ്റ്ററാണ്. അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിലെ ഒരുപാട് സംഭവങ്ങൾ, അതായത് കുട്ടികൾ മയക്കുമരുന്നിന് അടിമപ്പെടുന്നു, അവരെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള ഒരു ചിന്ത എന്നെ ഉണ്ടാക്കിയതിൻ്റെ ഫലമായിട്ട് ഞാൻ എൻ്റെ കുടുംബസഹിതം തെരുവ് നാടകങ്ങൾക്കായിട്ട് ചെലവഴിച്ചു. 100 വേദികളിൽ തെരുവ് നാടകങ്ങൾ കളിച്ചു. ഞാൻ 59 നാടകങ്ങൾ ഇരുന്നിട്ടുണ്ട്, പ്രൊഫഷണൽ നാടകങ്ങൾ. പ്രൊഫഷണൽ നാടകത്തിലൊക്കെ ഞാൻ ഏതെങ്കിലും ഒരു ഉപദേശങ്ങൾ കൊടുക്കുക എന്നതാണ്, മനുഷ്യന് നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നാണ് എൻ്റെ ലക്ഷ്യം. ഇപ്പോൾ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാടകം തന്നെ അക്കരെ പെയ്ത മഴ, അതും ഇതുപോലെയുള്ള ഇൻസിഡൻ്റാണ് സംഭവം. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ മയക്കുമരുന്നിലൂടെ കൊലപാതകങ്ങൾ വരെ നടക്കുന്ന ഒരു സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ ഒരുപാട് അരങ്ങേറുന്നു. അതിനെ ബേസ് ചെയ്തുകൊണ്ട് എനിക്കൊരു ചിത്രം ഉണ്ടാക്കണം. അങ്ങനെ ചിന്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ പ്രസാദ് നൂറാട്, എൻ്റെ കഴിഞ്ഞ ഒരു ചിത്രം ഇടതുവല തിരിഞ്ഞ് എന്ന ചിത്രം സംവിധാനം ചെയ്ത് എന്നെ സഹായിച്ച ഒരു മനുഷ്യനാണ് പ്രസാദ് നൂറാട്. അപ്പോൾ ഞാൻ പണക്കാരനൊന്നുമല്ല, ഒരു അധ്യാപകനാണ്. റിട്ടയർ ചെയ്ത ശമ്പളം കൊണ്ടാണ് ഞാനും എൻ്റെ വൈഫ് സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥയാണ്, അവരും കൂടെ ചേർന്നാണ് ഇത് നടത്തിക്കൊണ്ടു പോകുന്നത്. നാടകം തന്നെ വളരെ നഷ്ടത്തിൽ കിടക്കുന്ന കാലഘട്ടത്തിൽ എനിക്ക് ഈ നാടിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് മയക്കുമരുന്നിലൂടെയാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെയാണ് ഞാൻ ശ്രീ പ്രസാദുമായിട്ട് ആലോചിച്ച് ഒരു കഥ ഞങ്ങൾ മെനഞ്ഞെടുത്തു. ആ മെനഞ്ഞെടുത്ത് ഞങ്ങളൊരു പടം 25 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്താണ് ഞങ്ങളിപ്പം അത് റിലീസ് ചെയ്യാനും ഉള്ള ഒരുക്കത്തിലാണ്. പ്രസാദേട്ടാ, കാസ്റ്റ് ഇസ് ബ്രില്യൻറ്റ്. ഓക്കെ, കാരണം താരജാടയില്ല, പക്ഷെ എല്ലാവരും തന്നെ ആർട്ടിസ്റ്റുകൾ അവരവരുടെ ഇൻഡസ്ട്രിയിൽ അവരുടെ ടാലൻറ്റ് ഒരു ഇമ്പാക്റ്റോടുകൂടി തെളിയിക്കപ്പെട്ടവരാണ്. ലൈക്ക് ലക്ഷ്മി ചേച്ചി കൂടെ നിങ്ങൾ പിന്നെ ഭാര്യയും ഭർത്താവ് എന്തായാലും സിനിമയിൽ ഉണ്ടാവും എന്നുള്ള കാര്യം പറയേണ്ട ആവശ്യമില്ല. നിഷ ചേച്ചി ഇസ് ദയർ. പിന്നെ അതുപോലെ അജാസിന്റെ കാര്യം പറഞ്ഞു, അജാസിനെ ഞെട്ടിച്ചു കളഞ്ഞ പുലിമുരുകന് ശേഷം പിന്നെ ചെയ്യുന്ന ഏറ്റവും എനിക്ക് തോന്നുന്നു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് പുള്ളിയുടെ ഇതിലാണ് സിനിമ പോകുന്നത് മൊത്തം. പിന്നെ അതുപോലെ ലക്ഷ്മി അനിലുണ്ട് അല്ലേ. എല്ലാവരും തന്നെ ഭയങ്കര. എങ്ങനെ ഈ കാസ്റ്റിലേക്ക് വന്നു? കാസ്റ്റിന് എന്തെങ്കിലും നമ്മള് ഒരു ദിവസം കൃഷ്ണൻകുട്ടി സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രസാദ് സാർ നമുക്കൊരു തിയേറ്ററിൽ വരുന്ന സിനിമ പിന്നെ ആണ് ഉണ്ടായത്, നമുക്കൊരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് ഈ കോവിഡ് സമയത്ത് 100-100ഓളം നാടകക്കാരെ സഹായിക്കാൻ വേണ്ടി ചെയ്താണ് ഇടതുവല തിരിഞ്ഞ്. അത് OTT റിലീസായിരുന്നു. അത് പർപ്പസായിട്ട് നാടകക്കാരെ സഹായിക്കുക എന്നുള്ള ഒരു അജണ്ട വെച്ചിട്ട് സാർ ഒരു കഥയുണ്ടാക്കി. കോവിഡ് സമയത്ത് ആർക്കും ജോലി ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് എല്ലാവർക്കും പൈസ കൊടുത്ത് ചെയ്തൊരു വർക്കായിരുന്നു. അപ്പോൾ അതിനുശേഷം കുറേ 2-3 വർഷം കഴിഞ്ഞപ്പോഴാണ് സാർ പറഞ്ഞത് നമുക്കൊരു കൊച്ചു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എത്ര ഉണ്ട്? അപ്പം നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റില്ല, കോവിഡ് സമയത്ത് നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റത്തില്ല, ഇനി ചെയ്യുമ്പോൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ സാർ പറഞ്ഞു, സാറ് ഞാൻ ചോദിച്ചു എത്ര ബഡ്ജറ്റ് ഉണ്ട്? അപ്പോൾ പറഞ്ഞു 1 ലക്ഷം രൂപ ഉണ്ട് സാറേ. ഞാൻ പറഞ്ഞു സന്തോഷ് പണ്ടിന്റെ സിനിമ ചെയ്യുന്നത് 5 ലക്ഷം രൂപയ്ക്കാണ്. അപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് നമ്മൾ എങ്ങനെ സിനിമ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ സാർ എന്തായാലും തുടങ്ങിക്കോ, പൈസയൊക്കെ വന്നോളൂ എന്ന് പറഞ്ഞു. ഇപ്പം 1 കോടി കഴിഞ്ഞു സിനിമയ്ക്ക്, 1 കോടിക്ക് അടുത്തായി. അപ്പം നമ്മൾ തുടങ്ങുമ്പോൾ ഇതിനൊരു വലിയ ക്യാൻവാസ് ഇല്ലായിരുന്നു. അപ്പം എനിക്കൊന്ന് ആദ്യം നമ്മൾ ഫിക്സ് ചെയ്തത് സാന്ദ്രയാണ്. അപ്പം എൻ്റെ ഞാൻ കോർഡിനേറ്റ് ചെയ്തൊരു റിയാലിറ്റി ഷോയിലെ കണ്ടസ്റ്റൻ്റായിട്ട് വന്നതാണ്. അപ്പം ഇടയ്ക്ക് കോണ്ടാക്ട്സ് ഉണ്ട്. അപ്പം അങ്ങനെ ഡോക്ടറൊക്കെ ആയതിനു ശേഷം വീണ്ടും ഈ രംഗത്തേക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കോൾ വന്നു. ആ സമയത്ത് കൃഷ്ണൻകുട്ടി സാറിന്റെ കോളും സാന്ദ്രയുടെ കോളും ഒക്കെ ഒരുമിച്ചായിരുന്നു. അപ്പൊ തന്നെ ഞാൻ സാറിന് ഈ കൊച്ചിന്റെ രണ്ട് റേഞ്ചുള്ള ഫോട്ടോ ഒക്കെ അന്ന് തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് കൊടുത്ത് നമുക്ക് അവളെ വെക്കാം. പിന്നീടാണ് നമ്മൾ അജാസിലേക്ക് വന്നത്. അപ്പൊ ഈ ക്യാരക്ടർ ആര് ചെയ്യണമെന്ന് നമ്മൾ ഒരുപാട് ആലോചിച്ചു. കാരണം ഇങ്ങനെ ഒരു കഥാപാത്രം, ആ ഒരു ഏജ്, അങ്ങനെയാണ്. അജാസും എന്റെ റിയാലിറ്റി ഷോയിലൊക്കെ ഡാൻസർ ആയിരുന്നല്ലോ അജാസ്. അപ്പൊ അജാസുമായിട്ട് അങ്ങനെ ഒരു ബന്ധമുണ്ട്.
അപ്പം അജാസിനെ വിളിച്ചപ്പോൾ അജാസ് അതിന് തയ്യാറായി. അങ്ങനെയാണ് അവർ രണ്ടുപേരും ഈ സിനിമയിലേക്ക് വരുന്നത്. ഓക്കെ. പിന്നെ ആരും നമ്മൾ കാശ് പിന്നീട് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നതിന് ഒരാഴ്ചക്ക് മുമ്പാണ് ഞാനൊരു 28 വർഷമായി ഞാൻ ഈ രംഗത്ത്. അപ്പൊ നമുക്ക് ബന്ധമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയാണ് ജയൻ ചേർത്തല വരുന്നത്, നിഷാ സാരംഗ് വരുന്നത്. ആദ്യം അങ്ങനെ ഒരു പ്ലാനേ ഉണ്ടായിരുന്നില്ല. നാടക കലാകാരെയും ഇവരെയൊക്കെ വെച്ചിട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനായിരുന്നു. പിന്നീട് അതൊരു വലിയ ക്യാൻവാസിലേക്ക് മാറി. എല്ലാരും ഞങ്ങളോടൊപ്പം സഹകരിച്ചു. പിന്നെ കഥയെക്കുറിച്ചും സാർ പറഞ്ഞല്ലോ. ഈ കഥ ഞങ്ങള് ചിന്തിച്ചപ്പോ എന്നെ അലട്ടിയ ഒരു വലിയ സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മുടെ സമൂഹത്തിൽ നടന്ന ഒരു കൊലപാതകം. അമ്മയെ കൊന്ന ഒരു മകൻ, അമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു മകൻ, ആ അമ്മ രക്ഷപ്പെടുന്നു. ആ അമ്മ രക്ഷപ്പെട്ടിട്ട് ആ മകനെ രക്ഷിക്കാൻ വേണ്ടി അമ്മ പോലീസിനോട് മൊഴി പറയുന്നത്, ഞാൻ ടെറസിൽ നിന്ന് എന്തോ വീണു, അല്ലെങ്കിൽ ബെഡിൽ നിന്ന് വീണു, അങ്ങനെയാണ്, എന്നെ ആരും കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല എന്ന് പറയുന്നു. അതിനുശേഷം അവൻ പിടിക്കപ്പെടുമ്പോഴും അമ്മ പോലീസിനോട് പറയുന്നത് അവന് ശിക്ഷിക്കല്ലേ എന്നാണ് പറയുന്നത്. അത് 5-6 കൊലപാതകം നടത്തിയ മകൻ. ഈ ലാസ്റ്റ് ഈ ഒരു സംഭവം ഇപ്പം ഞങ്ങൾ ഇതിൻ്റെ പരസ്യമൊക്കെ ചെയ്തത് പട്ടാപ്പകൽ 6 കൊലപാതകങ്ങൾ. അപ്പം അതിനെ ആസ്പദമാക്കിയിട്ട് അവൻ്റെ അച്ഛൻ നമ്മളെ സമീപിക്കുകയാണ് അഡ്വക്കേറ്റായിട്ട്, ഈ സിനിമ നിങ്ങൾ ഇപ്പം ഇറക്കരുതെന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ കൊലയാളിയെ എങ്ങനെയാണ് ആൾക്കാർ സംരക്ഷിക്കുന്നുള്ളതാണ്. നമ്മുടെ കഥ പറയുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ആരും കൊലപാതകയായിട്ട് ജനിക്കുന്നില്ല. സമൂഹം അല്ലെങ്കിൽ അവൻ്റെ സാഹചര്യം ഒക്കെയാണ് ഒരാളെ കൊലപാതകയായിട്ട് അല്ലെങ്കിൽ ഒരു കുറ്റവാളിയാക്കിയായിട്ട് മാറ്റുന്നത്. ഒരുപാട് സ്വപ്നങ്ങൾ കൊണ്ട് വളർന്ന കുടുംബത്തെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് വളരുന്ന ഒരു മകൻ, ആ മകൻ ഏത് സമയത്താണ് അവനെ ആ രീതിയിലേക്ക് ചിന്തിപ്പിച്ചു എന്നുള്ളതാണ് നമ്മുടെ കഥ പറയുന്നത്. ഭയങ്കര കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ കാര്യത്തിൽ തന്നെ പറഞ്ഞു പോയി. ഒരു അമ്മ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന മകൻ, ആ മകന്റെ സൈക്കോളജി ഓൾറെഡി അവിടെ ഒരു ഭയങ്കരമായ ഒരു വിപത്ത് എന്ന് പറയുന്ന രീതിയിലൊരു ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. അവനെ സംരക്ഷിക്കുന്ന അമ്മ. നിങ്ങൾ ഈ ഇത്തരം കാര്യങ്ങളിലേക്ക് ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്തപ്പോഴത്തേക്ക് എന്തെങ്കിലും മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു? ലൈക്ക് ബിക്കോസ് ബോത്ത് ഓഫ് യു ആർ ദെയർ, നിങ്ങളൊരു ഫാമിലിയാണ്, നിങ്ങൾ ഒരുമിച്ച് നിന്ന് അതിന്റെ പിന്നാലെ നടക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും? ഞാൻ ഇപ്പോഴും നല്ല ടെൻഷനിലാണ് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, 2 ദിവസം മുന്നേ തന്നെ ഒരു ദിവസം രാത്രിയാണ് ഈ കോള് വരുന്നത്. ഇത് ഇറക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ളൊരു ചെറിയ ചെറിയ സംഭവങ്ങൾ. ഇത് തുടങ്ങിയപ്പോഴും ഞാൻ പറഞ്ഞു, ചെയ്യണോ, റിസ്ക് ആവോ? തുടങ്ങുന്നതിന് മുമ്പായിരുന്നു ഇങ്ങനെ? അല്ലല്ല, തുടങ്ങിയപ്പോ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ആണ് ചെയ്യുമ്പോ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ശരിയാവോ, റിസ്ക് ആണോ? ആ കുഴപ്പമില്ല, നമുക്ക് അതെല്ലാം ഭാര്യമാരാണ് അത്തരം കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്. നമ്മൾ ചിന്തിച്ചു റിസ്ക് ഉണ്ട്, റിസ്ക് ഫാക്ടർ ഉണ്ട്, എന്തായാലും അത് ഇല്ലാതില്ല. രണ്ടും കൽപ്പിച്ച് എന്ന് തന്നെ പറയാം. പക്ഷെ ഇപ്പൊ 2 ദിവസമായിട്ട് ചെറിയൊരു ഉറക്കക്കുറവുണ്ട്. എന്നാലും വൈകുന്നേരത്ത് കാണാം, അത്രേ ഉള്ളൂ. ലക്ഷ്മി ചേച്ചിയുടെ ഇതിന്റെ അകത്തുള്ള ക്യാരക്ടർ എന്തായിരിക്കും? സാധാരണ ഞാൻ സീരിയലുകളിൽ നിന്നാണല്ലോ വരുന്നത്. അപ്പൊ സീരിയലിൽ എപ്പോഴും നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ് കൂടുതൽ എനിക്ക് കിട്ടുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നതല്ല, എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് അതിനേക്കാൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വളരെ ഇമോഷണൽ ആയിട്ടുള്ള കുറേ സീൻസ് ഉണ്ട്. ഒരു 3-4 സീനുകളുണ്ട്. അതെനിക്ക് കുറച്ച് ചലഞ്ചിങ് ആയിട്ട് തോന്നി. ഭയങ്കര കരച്ചിലും അങ്ങനെയുള്ള. സാന്ദ്രയുടെ മദർ ക്യാരക്ടറാണ്. അപ്പോൾ ഒരു സിറ്റുവേഷനിൽ മകള് നമ്മളെ വിട്ടുപോകുന്ന ഒരു സാഹചര്യത്തിലൂടെ, അപ്പം അത് അക്സെപ്റ്റ് ചെയ്യാനും അഭിനയിക്കാനും ഇച്ചിരി പ്രയാസം ഉണ്ടായിരുന്നു. ബാക്കിയുള്ള സംഭവങ്ങളോ ബാക്കിയുള്ള സീൻസോ ഒന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇതിന്റെ ക്ലൈമാക്സ് എന്താണെന്നും എനിക്കറിയില്ല. സത്യം എനിക്കറിയില്ല ഇതിന്റെ ക്ലൈമാക്സ് എന്താണ്. ഇല്ല, അതൊന്നും പറഞ്ഞിട്ടും ഇല്ല. നമ്മളുടെ എന്താണോ അത് മാത്രമാണ്. ഇതിലൊരു ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ഒരു വീട്ടമ്മ, ജയൻ ചേട്ടന്റെ വൈഫ് ക്യാരക്ടർ. അപ്പൊ ഒരു പക്ക മലയാളി വീട്ടമ്മ, അത് മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. വന്ന് ചെയ്തു. മോൾഡ് ചെയ്തത് പ്രസാദേട്ടൻ തന്നെയായിരുന്നു. പ്രസാദേട്ടൻ 2ാമത്തെ മൂവിയല്ലേ ചെയ്യുന്നത്? ഞാൻ ഒരുപാട് ഷോസും അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ. അതെ, ആദ്യമായിട്ടാണോ പ്രസാദേട്ടന്റെ കീഴിൽ വർക്ക് ചെയ്യുന്നത്? ഇല്ല, ഞാൻ നേരത്തെ ഒരു ചിത്രം ചിലപ്പോൾ പെൺകുട്ടി എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ടീച്ചർ ക്യാരക്ടർ ഉണ്ടായിരുന്നു. അതും വളരെ പെട്ടെന്ന് വന്ന് നീ ഒന്ന് വന്ന് അഭിനയിച്ചിട്ട് പോകുന്നുള്ള രീതിയിൽ പെട്ടെന്ന് ചെയ്ത്. അപ്പൊ ഞാൻ നാട്ടിലുണ്ടായിരുന്നു, ഏട്ടന്റെ വീട്ടിലുണ്ടായിരുന്നു കുറച്ച് ദിവസം. അപ്പൊ ഞാൻ അങ്ങനെ പോയി ചെയ്തതാണ്. ചെറിയൊരു അതീ പറഞ്ഞ പോലെ ഒരു സീൻ 2 സീനൊക്കെ ഉള്ള ചെറിയൊരു ക്യാരക്ടർ. സന്തോഷത്തോടെ പോയി ചെയ്തു. ഓക്കെ, പിന്നെ ഇതാണ് വിളിക്കുന്നത്. അല്ലാതെയുള്ള പ്രോഗ്രാമിലൊന്നും ഞാൻ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി നടക്കുന്ന ഒരാളല്ല. ശരി, സിനിമയ്ക്ക് വേണ്ടി ഒരു കാലത്ത് പോയിരുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ സമയം, നമ്മുടെ കുടുംബം,
ആ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ സിനിമ അങ്ങ് മാറ്റി വീണ്ടും ടെലിവിഷൻ ഷോസുകൾ അങ്ങനെ പോവാണ്. പിന്നെ എല്ലാം ഇങ്ങനെ സംഭവിച്ചതാണ്. ഈ 2-3 സിനിമകളൊക്കെ സംഭവിച്ചതാണ്. അപ്പൊ നമ്മളങ്ങ് ചെയ്യുന്നു. ഒരു മുൻകൂർ തയ്യാറെടുപ്പോ പ്രിപ്പറേഷൻ ഒന്നുമില്ല. സാറ് സ്ക്രിപ്റ്റ് തരുന്നു, ഷൂട്ട് ചെയ്യുന്നു. ഇതും നമ്മൾ കഥ പറയുന്നു, നമ്മളൊരു 2 മാസം കൊണ്ട് സ്ക്രിപ്റ്റ് ആക്കുന്നു, ആർട്ടിസ്റ്റിനെ വിളിക്കുന്നു, അങ്ങനെ ഡേറ്റ് ബ്ലോക്ക് ചെയ്ത് അങ്ങനെ ഒരു പരിപാടിയൊന്നും അല്ല. അപ്പൊ അതുകൊണ്ടാണ് ലക്ഷ്മിയെ ചിലപ്പോൾ പെട്ടെന്ന് വിളിച്ചിട്ട് നമ്മൾ അഭിനയിപ്പിക്കേണ്ടി വരുന്നത്. ലക്ഷ്മി ഇതാ ഒരു വേഷം ഉണ്ടെന്ന് വന്ന് അഭിനയിക്കുമെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഒരുമിച്ച് വർക്ക് ചെയ്യാനായിട്ട്? എനിക്ക് കുഴപ്പമില്ല, പുള്ളിക്ക് എങ്ങനെയാ പുള്ളിയോട് ചോദിക്കണം. എന്താ എങ്ങനെയാന്ന് പറഞ്ഞ ഞാൻ പൊതുവേ അതിന് പ്രോത്സാഹിപ്പിക്കാറില്ല. നമ്മൾ ചെയ്യുന്ന വർക്കിലെ അങ്ങനെ ഒരു സൈക്കോളജി അത് രണ്ടും പ്രശ്നമാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടുകയല്ല, ഇടപെടുന്ന കാര്യമേ ഇല്ല. പുള്ളിയുടെ വർക്കിലൊന്നും ഞാൻ അങ്ങനത്തെ കാസ്റ്റിന്റെ സംഭവത്തിൽ ഞാനിങ്ങനെ ചോദിക്കത്തുമില്ല, ചോദിച്ചാൽ നടക്കത്തുമില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ആ പരിസരത്ത് പോവില്ല. പ്രശ്നം എന്ന് വെച്ചാൽ 2 രീതിയിൽ ആൾക്കാർ പറയും. ഞാൻ വേറെ ലൊക്കേഷനിലാകുമ്പോൾ പ്രസാദൻ എവിടെ അത് ചെയ്യുന്നില്ലേ, അതെന്താ വൈഫായിട്ട് ചെയ്യാത്ത, ഓ കഷ്ടം, ഇങ്ങനെ പറയും. ഇനി ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഓ ഹസ്ബൻഡിന്റെ ഭാര്യ ഉണ്ടാവുമല്ലോ, ഇത് രണ്ടും ചെയ്യാൻ പറ്റത്തില്ല, അതാണ് പ്രശ്നം. സത്യം, ഇത്തരം ഇങ്ങനെയുള്ള കുറെ സാധനങ്ങളിലൂടെ ആൾക്കാർ കൊണ്ടുപോകുന്ന. നമുക്ക് ഈ ദമ്പതികളുടെ അടുത്തേക്കും കൂടെ ഒന്ന് വരാം. എനിക്ക് ചേച്ചിയുടെ ക്യാരക്ടർ ഒന്ന് അറിയണം. അതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം എനിക്ക് ക്യൂരിയോസിറ്റി ഉണ്ട്. സെയിൽസ് ടാക്സുമായിട്ട് ബന്ധപ്പെട്ട ആള് പൈസയുടെ കാര്യത്തിൽ എന്തായാലും ഇൻറ്റ്യൂട്ടീവ്ലി അറിയാതെ ഇടപെട്ട് പോകും, കാരണം ജോലി അങ്ങനെ ആയതുകൊണ്ട്. അതൊക്കെ ഒന്ന് പറയാം. ബിക്കോസ് നമ്മൾ എനിക്ക് തോന്നുന്നത് ഈ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഈ സിനിമ എടുത്തത് ബഡ്ജറ്റ് മാക്സിമം കുറയ്ക്കാൻ വേണ്ടി ആയിരിക്കാം. പക്ഷെ അവസാനം പൈസ മുടക്കുന്നുണ്ട്. ആണോ? അല്ലല്ലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എന്തായാലും ദൈവാനുഗ്രഹം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതൊന്ന് പറഞ്ഞേ, അത് കേട്ടെ, ഇവിടെ ഒന്ന് കേക്കട്ടെ. എങ്ങനെ ഉണ്ടായിരുന്നു? ശരിക്കും പൈസ ഉണ്ടായിരുന്നോ കയ്യില്? 1 ലക്ഷം രൂപയിൽ തുടങ്ങിയെന്നല്ലേ പറഞ്ഞു? അത്ര ഇച്ചിരി സ്വർണ്ണമൊക്കെ സ്വരുക്കൂട്ടിയൊക്കെ വെച്ചിരുന്നു. അല്ല, 2 പേർക്കും കൂടെ നല്ല ഒരു പെൻഷൻ എല്ലാ മാസം കിട്ടുന്നുണ്ട്. അതിന്റെ ഒരു 75% ആൾക്കാരെ സഹായിക്കുകയാണ് ആണോ ചെയ്യുന്നത്. ഓ നൈസ്. നമുക്ക് ക്യാരക്ടറിലേക്ക് വരാം. ചേച്ചിയുടെ ക്യാരക്ടർ എന്തായിരുന്നു ഈ സിനിമയില്? സിനിമയില് അരിസ്റ്റോ സുരേഷിന്റെ വൈഫായിട്ടാ. ഓക്കെ. ഓ നൈസ്. അത് രസമായിരിക്കും അല്ലേ? ഒരു തട്ടുകടക്കാരി. ആ തട്ടുകടക്കാരി ആണെങ്കിലും ഈ സമൂഹത്തിൽ നടക്കുന്ന അനീതിക്ക് എതിരെ നാക്ക് പോക്കുന്ന ഒരു സ്ത്രീയാണ്. ഓക്കെ. അപ്പൊ 2 സ്ത്രീകളും ഭയങ്കര ലൈക് പോസിറ്റീവ് ക്യാരക്ടേഴ്സ് ആണ്. ഓക്കെ. എന്നിട്ട് അതിലെ കഴിവിന്റെ പരമാവധി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ ചേച്ചി ആദ്യമായിട്ടാണോ അഭിനയിക്കുന്നത്? അല്ല, ഞാൻ വേറൊരു പോസിറ്റീവ് ഉണ്ട്. ഇവര് ചായക്കടയിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് അവര് തീർത്ഥാടനങ്ങൾക്ക് പോകും. ഓ ആഹാ, ഇൻഡിപെൻഡന്റ് ആണ്, സോളോ ട്രിപ്പിന്റെ ആളാണ്. പിന്നെ ഈ സംവിധായകനെ കിട്ടിയതാ ഞങ്ങളുടെ വലിയ ഭാഗ്യം. ഇത് കിട്ടാൻ കാരണം ഇദ്ദേഹം ഒരു റിയാലിറ്റി ഷോ ചെയ്തപ്പം പിന്നെ ഇതിന്റെ പരസ്യം കണ്ടുകൊണ്ട് TV കണ്ടുകൊണ്ട് ഞാനും എൻ്റെ മരുമോളും കൂടെ പോയി. അപ്പൊ അതിൽ അഭിനയിച്ച് ഒരു ദിവസം ഈ ചേട്ടനും വന്ന്. അത് ഈ അമ്മമാരെയും മരുമക്കളെയും വെച്ച് ചെയ്തൊരു ഷോ ആയിരുന്നു. ശരി. അപ്പം അമ്മയും മരുമോളുമായിട്ട് അവര് മത്സരാർത്ഥികളുടെ വന്നു. അപ്പൊ പിന്നെ ചേട്ടനും വന്നിട്ട് ഒരു ദിവസം ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുന്നുടനെ ചേട്ടന് സാറിനോട് പറഞ്ഞേ, കാറിനകത്ത് കയറി ഇങ്ങനെ തിരിഞ്ഞു നോക്കി വെച്ച് പറഞ്ഞ അത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു 2013 നമുക്കൊരു സിനിമ ചെയ്യണം കേട്ടോന്ന്. ഞാനും കൊണ്ടിരുന്ന് അന്തിക്കുവാണ്. ചേട്ടൻ പറഞ്ഞു ഒരു സിനിമ ഇവരിപ്പോ ഓർക്കുന്നോന്ന് എനിക്കറിയത്തില്ല. എനിക്കത് ഇപ്പോഴും അത്ഭുതമായിട്ടിരിക്കുക. എന്ന് വെച്ചാൽ അങ്ങനൊരു ചിന്തയില്ലായിരുന്നു. അങ്ങനൊരു വാക്ക് പറഞ്ഞ അത് ഫലിച്ചെന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പിന്നെ നമ്മുടെ സിനിമയ്ക്കകത്ത് നമ്മുടെ അജാസിന് അവൻ 5 പഠിക്കുമ്പോഴാ കുട്ടി പുലിമുരുകനായിട്ട് അഭിനയിക്കുന്നു. ഇപ്പം കൗമാരപ്രായമെത്തി നല്ല അഭിനയ ഉള്ള മോനായിട്ട് മാറി. ഇതിലൊരു മികച്ച പിന്നെ കഥാപാത്രമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പോൾ അത് എല്ലാവരും ഒന്നും കാണണമെന്ന് വലിയ ആഗ്രഹം. നമ്മളിതിന്റെ ഡിസ്കഷൻ ആരംഭിച്ചപ്പോഴത്തേക്കും നമ്മൾ സംസാരിച്ചത് ഇതിന്റെ കൊലപാതകം മയക്കുമരുന്നുമായിട്ടുള്ള ബന്ധമാണ്. കേരളം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
വേദനാജനകമായിട്ട് അതിൻ്റെ ഡ്രഗ്സിൻ്റെ ഒരു ഉപയോഗം ഭയങ്കരമായി അതിക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈവൻ ദോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ കേരള പോലീസ് ഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഭയങ്കരമായി ക്രമാതീതം നിയന്ത്രിക്കാനുള്ള ഒരു എന്തോരം പോസിബിലിറ്റീസ് ഉണ്ടോ അത് ഒപ്പം തന്നെ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യണം നമ്മുടെ യൂത്ത് എന്ന് വേണമെങ്കിൽ പറയാം. ഐ പേഴ്സണലി നോ, അതുകൊണ്ടാണ് കുറേ ഒരു കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടാണ് അത്രയും ഞാൻ പറഞ്ഞു പോയത്. നമ്മൾ അതിലാണ് തുടങ്ങിയത്. പക്ഷെ വേറൊരു ചർച്ചയ്ക്ക് ആസ്പദമാക്കിയ വേറൊരു വിഷയം കൂടെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. മലയാളിയുടെ ഒരു അഭിമാന പ്രശ്നം. ലൈക്ക് ഈവൻ മിഡിൽ ക്ലാസ്സിന് എസ്പെഷ്യലി അവർ അനുഭവിക്കുന്ന എന്താ പറയുക, അവർ പുറത്ത് വേറെന്തോ കാണിക്കാൻ വേണ്ടിയിട്ടും ഫൈനാൻഷ്യലി അവർ എടുത്തു ചാടുന്ന ഓരോ കുരുക്കുകളിൽ പെട്ടുകൊണ്ട് പിന്നെ അതിനെ ഏത് പ്രമേയമാണ് നമ്മുടെ സിനിമയിൽ കൂടുതൽ ഇമ്പാക്റ്റോടുകൂടി കാണിച്ചിരിക്കുന്നത്? നമ്മൾ ഈ പറഞ്ഞ പോലെ മയക്കുമരുന്ന് ഒരു മെയിൻ സംഭവമായിട്ട് അതിൽ വന്നിട്ടില്ല. പിന്നെ നമ്മൾ സിനിമയിൽ ഈ പറഞ്ഞ പോലെ ഒരു സിഗരറ്റ് വലിക്കാൻ പോകുന്ന ഒരാളെ പോലും തടയുന്ന ഒരു സീക്വൻസ് ഉള്ളു. അങ്ങനെ സിഗരറ്റ് വലിക്കുക, മദ്യപിക്കുക, ഈ പറഞ്ഞ തലയടിച്ച് പൊട്ടിക്കുക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഈ സിനിമയിലില്ല. ഈ 6 കൊലപാതകങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും നമ്മളത് അതെല്ലാം ഒഴിവാക്കിയിട്ടാണ് ചെയ്തത്. ഈ പറഞ്ഞ പോലെ ഈ കഥയുടെ ഒരു മെയിൻ പ്രമേയം വലിയ സമ്പത്തിൽ ജീവിച്ച ഒരു കുടുംബം പെട്ടെന്ന് അവരൊരു പ്രതിസന്ധിയിലാകുന്നു. എന്നാൽ അവർക്ക് സമൂഹത്തിന് മുമ്പിൽ അവർക്ക് കാശില്ല എന്ന് കാണിക്കാൻ പറ്റാത്ത അവസ്ഥയും അവർ അങ്ങനെ ഒരുപാട് കടങ്ങൾ വാങ്ങിക്കുന്നു. അച്ഛന് പ്രതിസന്ധി ഉണ്ടാകുന്നു, ജോലിയിൽ അച്ഛന് നാട്ടിലേക്ക് വരാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ ഇതെങ്ങനെ തരണം ചെയ്യണം എന്നുള്ളതാണ് പ്രശ്നം. എന്നാൽ ഇതിനിടയിൽ ഈ മകൻ ധാരാളം പൈസകൾ ഇപ്പോൾ ഭക്ഷണത്തിനാണെങ്കിലും അവൻ്റെ ഫ്രണ്ടിനാണെങ്കിലും ഒക്കെ കാശ് മുടക്കുന്നുണ്ട്. അമ്മ ഇട്ടേക്കുന്നത് ഗോൾഡ് സ്വർണ്ണമാണ്. എന്നാൽ കാമുകിക്ക് അവൻ ബർത്ത്ഡേക്ക് സ്വർണ്ണമാല വാങ്ങിച്ചു കൊടുക്കും, ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് അവർക്കൊരു വലിയ സമ്പത്ത് പുറമേ കാണിക്കുക എന്നുള്ളതാണ് അവരുടെ അത് കാണിക്കാൻ പറ്റാതെ വരുമ്പം പിന്നെ അവർക്ക് വീടിന് വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത, ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റാത്ത, ഈ കടക്കാരൊക്കെ വന്ന് ചോദിക്കുമ്പോൾ ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് പ്രശ്നങ്ങളിലേക്ക് മാറുന്നത്. ഇങ്ങനൊരു കൊലപാതകം ബേസ് ചെയ്ത ഒരു ട്രൂ സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടുണ്ടാക്കിയ ഒരു സിനിമ, അതിന് കാലം പറഞ്ഞ കഥ, സിറ്റി ട്രാഫിക്. ഞാൻ ആ കാലം പറഞ്ഞ കഥയാണ് എന്നെ ക്യൂരിയസ് ആക്കുന്നത്. എന്താ അങ്ങനെ ഒരു പേരിട്ടത്? സംതിങ് യു ന്യൂ അത് നടക്കാൻ പോവാണ് എന്നുള്ളത് പോലെ. അങ്ങനെ തന്നെയാണ് ശരിക്കും സാർ ആദ്യം പേരിട്ടത് സിറ്റി മെട്രോ എന്നായിരുന്നു സാർ ആദ്യം പേരിട്ടത്. അപ്പൊ നമ്മളെല്ലാവരോടും ചർച്ച ചെയ്തപ്പം അത് ഈ പണ്ട് ഈ പറഞ്ഞ ബാബു ആന്റണിയുടെ ഒക്കെ സിനിമയൊക്കെ വരുന്ന ഒരു ഫീല്, അങ്ങനെ ഒരു ഫീല് വന്നുകൊണ്ട് നമുക്കതൊന്ന് മാറ്റി പിടിക്കാമെന്ന്. അപ്പൊ ഇതിൽ നിന്ന് മാറാനും പാടില്ല. ഇതിപ്പോ നമ്മൾ പറയുന്ന ഒരു സിറ്റി ലൈഫാണ്, തിരക്ക് പിടിച്ച ഒരു നഗരം. എന്നാൽ ഈ സംഭവം ഒന്നും പുറമെ ആരും അറിയുന്നില്ല, ഇവരുടെ പ്രശ്നങ്ങളൊന്നും ആരും അറിയുന്നില്ല. അപ്പൊ ആ ഒരു സിറ്റിക്കകത്തുള്ള ഒരു ഇഷ്യൂ ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് സിറ്റി ട്രാഫിക് എന്നിടാൻ തീരുമാനിച്ചു. അപ്പം നമ്മൾ സിറ്റി ട്രാഫിക് എന്നിട്ടു. അപ്പൊ അതിന്റെ അടിയിലെ ചെറിയ അക്ഷരത്തിൽ കാലം പറഞ്ഞ കഥ എന്നൊരു സംഭവമായിരുന്നു. അപ്പൊ വീണ്ടും ചർച്ച ചെയ്തപ്പോ ഈ സിറ്റി ട്രാഫിക് വേണോ എന്നുള്ള അങ്ങനെ തിരിഞ്ഞു പറഞ്ഞാണ് ഈ കാലം പറഞ്ഞ കഥ മെയിൻ ടൈറ്റിലായിട്ട് മാറിയത്. എനിക്കൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഇത്രയും വലിയ കൊലപാതകം നടന്ന സിനിമയിൽ ആരെ തല അടിക്കുന്നതോ അല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതിനെ പറ്റിയിട്ടൊന്ന് പറഞ്ഞു. സിനിമ നിങ്ങൾ കണ്ടിട്ട് കുടുംബമായിട്ട് ഫാമിലി ആയിട്ടൊക്കെ പോയി നമ്മൾ ഭയങ്കര ഓവർ വയലൻസ് ആക്കിയില്ല എന്നുള്ളേ ഉള്ളൂ. അവസാനമായിട്ട് സംവിധായകനോടും പ്രൊഡ്യൂസറോടും എനിക്ക് ചോദിക്കാനുള്ള കാര്യം, പ്രേക്ഷകന്റെ പെർസ്പെക്റ്റീവ് നിന്നാണ്. ഒരു പ്രേക്ഷകൻ ഈ സിനിമ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ എന്താണ് അവർ എക്സ്പെക്ട് ചെയ്യേണ്ടത് പ്രൊഡ്യൂസർ ഡയറക്ടറിന്റെ ഭാഗത്തുനിന്ന്? ഇത് ഏതൊരാൾക്കും ഈ സിനിമ കണ്ടു തുടങ്ങുമ്പോൾ അവന്റെ പരിസരങ്ങൾ ഓർമ്മ വരും, ചുറ്റുപാടുകൾ ഓർമ്മ വരും, അല്ലെങ്കിൽ അവനെ തന്നെ ഓർമ്മ വരും. അങ്ങനെ ആ സിനിമയിലെ അതിനൊരു ക്ലൈമാക്സും ഉണ്ട്. ഒരു മർഡർ മൂവി ആണെങ്കിൽ പോലും അതിലെ കുറേ മനുഷ്യരുണ്ട്, ജീവിതങ്ങളുണ്ട്. അതാണ്. അപ്പം നമ്മൾ അത് ഇഷ്ടപ്പെടും എന്നുള്ളതാണ് എൻ്റെ ഒരു, നമ്മൾ തിയേറ്ററിൽ പോയൊരു സിനിമ കാണുമ്പോൾ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അത് ഒരു ഭയങ്കരമായ സിനിമ അല്ലെങ്കിൽ പോലും നമ്മൾ ചെറിയ സിനിമകളെ ഇഷ്ടപ്പെടത്തില്ലേ? അതിൻ്റെ പ്രമേയം കൊള്ളാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വർക്ക് കൊള്ളാം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ കരുതുമെന്നാണ് നമ്മളതുകൊണ്ട് ഒരുപാട് പ്രതീക്ഷ വെച്ചുകൊണ്ടല്ല,
പക്ഷെ ആ സിനിമയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ, ഗ്രാഫിക്സ് ആണെങ്കിലും AI സംവിധാനങ്ങളാണെങ്കിലും എല്ലാം അതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണ് ഇത് ഒരു സിനിമ കാണാൻ നമ്മൾ പോകുമ്പോൾ ഒരു രണ്ട് മണിക്കൂർ സമയം ആ സിനിമയുടെ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ. ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി ഒരു സിനിമയ്ക്ക് എന്തെല്ലാം വേണോ, പാട്ട്, അതുപോലെ തന്നെ അല്പ കോമഡി, അതുപോലെ കഥയ്ക്കൊരു ഒഴുക്ക്, അതിന് കാണാനൊരു ടെമ്പോ, ഇതെല്ലാം ഇരുത്തിക്കൊണ്ടാണ് ഈ സിനിമ ഞങ്ങൾ ചെയ്തത്. അത് നല്ല ഒരു 4-5 പാട്ടുകൾ ഇതിനകത്തുണ്ട്. നല്ല പ്രസിദ്ധരായ കവികളാണ് ഇത് എഴുതിയത്. ശരത്ചന്ദ്രവർമ്മയെ പോലെയുള്ള, വയലാർ ശരത്ചന്ദ്രവർമ്മയെ പോലുള്ള, രാജീവ് ആലിംഗലിനെ പോലുള്ള എഴുത്തുകാരാണ്. അതേപ്പറ്റി നമ്മൾ പറഞ്ഞേ ഇല്ല. കാട്ടാക്കട, അങ്ങനെയുള്ള 5 പേരെ കൊണ്ടാണ് ഈ പാട്ട് 5 പാട്ട് സ്വാമി അശ്വതി തിരുനാൾ എഴുതിച്ചിട്ട് നമ്മുടെ SV വെങ്കടേഷിന്റെ മകൻ സംഗീതം ചെയ്തു. കൂടാതെ അജയ് രവി എന്ന് പറയുന്ന സംഗീതജ്ഞനും ഇതിന് സംഗീതം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു മനോഹരമായ പാട്ടും അതുപോലെ തന്നെ നല്ല നൃത്തവും ഓർത്തിണക്കി പാട്ടുകാരും സിത്താര കൃഷ്ണകുമാർ, സൂര്യനാരായണൻ, ദീപു, ഇവരൊക്കെ ഈ അദ്ദേഹത്തിന്റെ ചെറുമകൻ SP വെങ്കടേശ്വരന്റെ ചെറുമകൻ പാടിയിട്ടുണ്ട്, കൊച്ചവൻ പാടിയിട്ടുണ്ട്. അതുപോലെ ഈ നായകനും നായികയുടെ നല്ല നൃത്തം, കണ്ടുകൊണ്ടിരിക്കത്തക്ക ഒരു നൃത്തം, ഗ്രൂപ്പ് നൃത്തം, ഇതെല്ലാം ചേർത്തിണക്കി ഒരു കൊച്ചു പടം. 2 ചെറിയ സംഘടനമുണ്ട്. അതിനകത്ത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങള്. അപ്പൊ ഒരു മൂവി കാണാൻ എന്താണ് ആഗ്രഹിക്കുന്നതോ കണ്ടുകൊണ്ടിരിക്കുക, കണ്ണും മാറ്റത്തില്ല. അങ്ങനെ ഒരു മൂവി ആയിരിക്കും. കാരണം ഒരുപാട് സിനിമ കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അങ്ങനെയുള്ള ഇതൊരു ചാരിറ്റിയാണ്. അശ്വതി നാടകശാല എന്ന് പറയുന്ന ഒരു ചാരിറ്റി സൊസൈറ്റിയാണ്. മാഗസിൻ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. മാസം തോറും ഞങ്ങൾ രണ്ടുപേരുടെയും പെൻഷനിൽ നിന്ന് ഒരു ഭാഗം എടുത്ത് 25 പേർക്ക് ഭക്ഷ്യക്കിറ്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വലിയ ചാരിറ്റി സൊസൈറ്റി നടത്തുന്ന ഒരു സമിതിയാണ് നാടകശാല ഇന്റർനാഷണൽ മൂവീസ്. ഇതൊരു വലിയ സിനിമയല്ല, ഭയങ്കര ഗിമിക്കുകളോടുകൂടിയുള്ള എന്താ പറയാ, ഭയങ്കര ഒരു മാസ് അങ്ങനെ ഒരു സിനിമയല്ല. പക്ഷെ മലയാളികൾ അറിഞ്ഞിരിക്കുകയും അതുപോലെ തന്നെ ഒരിക്കലെങ്കിലും ഒന്ന് കണ്ടിരിക്കുകയും ചെയ്യേണ്ട ഒരു എക്സ്പീരിയൻസ് ആണെന്ന് എനിക്ക് ഇത് കേട്ടിട്ട് തോന്നുന്നു. ഞാൻ എന്തായാലും ഇത് തിയേറ്ററിൽ പോയി കാണും. പ്രേക്ഷകരും കാണണം. അതെ, താങ്ക് യു സോ മച്ച്. ഓക്കെ.